Hi, good morning all. Today I am discussing LIBOR and Libid rate. LIBOR means London Interbank Offered Rate. Libid means London Interbank Bid Rate. January 31st, 2014 അതായത് ജനുവരി 31st, 2014 വരെ ലിബർ അറിയപ്പെട്ടിരുന്നത് BBA ലിബർ എന്നാണ്. BBA മീൻസ് ബ്രിട്ടീഷ് ബാങ്കേഴ്സ് അസോസിയേഷൻ. അത് കഴിഞ്ഞ് ഫെബ്രുവരി 1, 2014 മുതൽ ഇന്റർകോണ്ടിനൽ എക്സ്ചേഞ്ച് ബെഞ്ച്മാർക്ക് അഡ്മിനിസ്ട്രേഷൻ ലിമിറ്റഡ് ടുക്ക് ഓവർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ലിബർ, ചേഞ്ചിങ് ഇറ്റ് ടു ദി ICE ലിബർ. ഫെബ്രുവരി 1, 2014 മുതൽ ICE ലിബർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലിബർ പബ്ലിഷ്ഡ് ഫോർ 3 കറൻസീസ് ഇൻ 1986. 1986 ലിബർ പബ്ലിഷ് ചെയ്തത് 3 കറൻസിയിലായിട്ടാണ്: US ഡോളർ, പൗണ്ട് സ്റ്റെർലിംഗ് ആൻഡ് ജാപ്പനീസ് yen. At present, the LIBOR rate published 5 currencies: USD അതായത് US ഡോളർ, GBP ബ്രിട്ടീഷ് പൗണ്ട് സ്റ്റെർലിംഗ്, അടുത്തത് EUR മീൻസ് യൂറോപ്യൻ യൂറോ, JPY ജാപ്പനീസ് yen ലിബർ, CHF സ്വിസ് ഫ്രാൻസ് ലിബർ. Financial institutions need to fix their borrowings and lending rates for a which a parameter is required. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബോറോയിങ്സും ലെൻഡിങ് റേറ്റ്സ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാരാമീറ്റർ ആവശ്യമാണ്. ദിസ് കോമൺലി അക്സെപ്റ്റഡ് റേറ്റ് ഈസ് കോൾഡ് ബെഞ്ച് മാർക്ക് ഓർ ബേസ് റേറ്റ്. ഈ കോമൺലി അക്സെപ്റ്റ് ചെയ്ത റേറ്റാണ് ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ബേസ് റേറ്റ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ ബെഞ്ച് മാർക്ക് ഫോർ പ്രൈസിങ് ഫിനാൻഷ്യൽ അസറ്റ്. ഫിനാൻഷ്യൽ അസറ്റിൻ്റെ പ്രൈസിംഗ് ഒക്കെ ഫിക്സ് ചെയ്യുന്നതിന് ഈ ബെഞ്ച് മാർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. വാല്യൂ ഓഫ് ലിബർ ചേഞ്ചസ് ദ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വിൽ ഓൾസോ ചേഞ്ച്. ലിബർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ചേഞ്ച് ചെയ്യും. ലിബർ ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ സബ്മിഷൻ ഫ്രം എ റെഫറൻസ് പാനൽ ബാങ്ക്. പാനൽ ബാങ്ക്സിൻ്റെ റെഫറൻസോട് കൂടിയാണ് ഈ ലിബർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. In international market, rate at which banks offer to lend funds to another bank is known as London Interbank Offered Rate. അതായത് ലിബർ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിന് ഫണ്ട് കടം കൊടുക്കുമ്പോഴത്തേക്ക് ഫിക്സ് ചെയ്യുന്ന ഒരു റേറ്റാണ് ലണ്ടൻ ഇൻ്റർബാങ്ക് ഓഫേർഡ് റേറ്റ്, അതായത് ലിബർ. ഇനി നെക്സ്റ്റ് പാനൽ ബാങ്ക് എന്താണെന്നാണ് പറയുന്നത്. പാനൽ ബാങ്ക്സ് ആർ ഡീംഡ് ടു ബി റെപ്രസെൻറ്റേറ്റീവ് ഫോർ ദി ലണ്ടൻ മണി മാർക്കറ്റ്. ലണ്ടൻ മണി മാർക്കറ്റിലെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ബാങ്ക്സാണ് പാനൽ ബാങ്ക്സ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നാണ്. പാനൽ ബാങ്കിനെ സെലക്ട് ചെയ്യുന്നത് ദ സെലക്ഷൻ ഈസ് മെയ്ഡ് എവറി ഇയർ ബൈ ദി ICE benchmark administration with assistance from the Foreign Exchange and Money Markets Committee. അതായത് പാനൽ ബാങ്കിനെ സെലക്ട് ചെയ്യുന്നത് ഈ ICE ബെഞ്ച്മാർക്ക് അഡ്മിനിസ്ട്രേഷനാണ്. ആരുടെ ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് മണി മാർക്കറ്റ് കമ്മിറ്റിയുടെ അസിസ്റ്റൻസോട് കൂടി ICE ബെഞ്ച്മാർക്ക് അഡ്മിനിസ്ട്രേഷനാണ് പാനൽ ബാങ്ക്സിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ panel is made up for each currency consisting of at least 8 and maximum of 60 banks. Since panel banks are selected on the basis of their market volume and reputation, their rates can generally be considered to be the lowest interbank lending rates on the commonly London money market. ലണ്ടൻ മണി മാർക്കറ്റിൽ കോമൺ ആയിട്ടുള്ള ലോവസ്റ്റ് ആയിട്ടുള്ള ലെൻഡിങ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ മാർക്കറ്റ് വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിലും റെപ്യൂട്ടേഷൻ്റെ അടിസ്ഥാനത്തിലും മാത്രമാണ് പാനൽ ബാങ്ക്സിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ ദ ലിബർ ഇൻട്രസ്റ്റ് റേറ്റ് ആർ നോട്ട് ബേസ്ഡ് ഓൺ ആക്ച്വൽ ട്രാൻസാക്ഷൻസ്. ആക്ച്വൽ ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിലല്ല ലിബർ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഓൺ എവരി വർക്കിംഗ് ഡേ അറ്റ് അറൗണ്ട് 11 AM ലണ്ടൻ ടൈം ദ പാനൽ ബാങ്ക്സ് ഇൻഫോം തോംസൺ റോട്ടേഴ്സ് the interest rate of interbank transfer of different maturities which they would expect to able to rise at the moment. അതായത് എല്ലാ ദിവസവും ലണ്ടൻ ടൈം 11 AM ഈ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പാനൽ ബാങ്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 11 AM ആണ് വർക്കിംഗ് ടൈം. ഇവർ ഈ പാനൽ ബാങ്ക്സ് എല്ലാം ഫിക്സ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് പാനൽ ബാങ്ക്സ് തന്നെ തോംസൺ റോട്ടേഴ്സിനെ ഇൻഫോം ചെയ്യും. തോംസൺ റോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കനേഡിയൻ മൾട്ടിനാഷണൽ മാസ് മീഡിയ ആൻഡ് ഇൻഫോർമേഷൻ ഫേമാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ
ദ റീസൺ ദാറ്റ് ദ മെഷർമെൻറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ആക്ച്വൽ ട്രാൻസാക്ഷൻ, അതായത് ആക്ച്വൽ ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിലല്ല ലിബർ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നതെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എവരി പാനൽ ബാങ്ക്സ് മൈറ്റ് നോട്ട് ഹാവ് ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് മെച്യൂരിറ്റീസ് അറ്റ് എ പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം. പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻസാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്ച്വൽ ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിലല്ല ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കുന്നത്. Once Thomson Reuters has collected the rates from the panel banks, panel banks നിന്നെല്ലാം തോംസൺ റൂട്ടേഴ്സ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കളക്ട് ചെയ്തതിന് ശേഷം ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് 25% ഓഫ് വാല്യൂ ആർ എലിമിനേറ്റഡ്, അതായത് എല്ലാ ബാങ്കിൻ്റെയും ഹയസ്റ്റ് ആയിട്ടുള്ളതും ലോവസ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ 25% വാല്യൂയും എലിമിനേറ്റ് ചെയ്യും. അതിനുശേഷം an average is calculated of the 50% remaining mid values in order to produce the official LIBOR rate. അതിനുശേഷം ഹയസ്റ്റ് ആയിട്ടും ലോവസ്റ്റ് ആയിട്ടുമുള്ള വാല്യൂ കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള 50% നിന്നും ഒരു മിഡ് വാല്യൂ അവർ ഫിക്സ് ചെയ്യും. അതാണ് ലിബർ റേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലിബിഡ് ആണ്. ലിബിഡ് മീൻസ് എ ലണ്ടൻ ഇന്റർബാങ്ക് ബിഡ് റേറ്റ്. ലിബിഡ് ഈസ് ദ ബിഡ് റേറ്റ് അറ്റ് വിച്ച് ബാങ്ക്സ് ആർ വില്ലിംഗ് ടു ബോറോ. ലിബിഡ് മീൻസ് എ ലണ്ടൻ ഇന്റർബാങ്ക് ബിഡ് റേറ്റ്, അതായത് ലിബിഡ് ഈസ് ദ ബിഡ് റേറ്റ് അറ്റ് വിച്ച് ബാങ്ക്സ് ആർ വില്ലിംഗ് ടു ബോറോ ചെയ്യുന്ന ടൈമിൽ അവർക്ക് കിട്ടുന്ന ഒരു റേറ്റാണ് ലിബിഡ് എന്ന് പറയുന്നത്. എ ബാങ്ക് വിഷിംഗ് ടു ബോറോ ഫണ്ട്സ് ഫ്രം അനദർ ബാങ്ക് വിൽ കോട്ട് ദ ലണ്ടൻ ഇന്റർബാങ്ക് റേറ്റ്, അതായത് ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിൽ നിന്നും ഫണ്ട് ബോറോ ചെയ്യുന്ന ടൈമിൽ ലണ്ടൻ ഇന്റർബാങ്ക് റേറ്റ് കോട്ട് ചെയ്യുന്നതായിരിക്കും. ലിബർ ഈസ് ദ ആസ്കിംഗ് റേറ്റ് അറ്റ് വിച്ച് എ ബാങ്ക് ഈസ് വില്ലിംഗ് ടു ലെൻഡ് യൂറോ കറൻസി ഡെപ്പോസിറ്റ് ടു അനദർ ബാങ്ക്. അനദർ ബാങ്കിലേക്ക് യൂറോ കറൻസി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ടൈമിൽ കൊടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റാണ് ലിബർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഡ്യൂ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ലിബർ ആൻഡ് ലിബിഡ് ബാങ്ക്സ് യൂസ് അനദർ റെഫറൻസ് റേറ്റ് ഇൻ ദെയർ ട്രാൻസാക്ഷൻ കോൾഡ് ലിമീൻ, അതായത് ഈ ലിബിഡ് റേറ്റും ലിബർ റേറ്റും യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന വേറെ ഒരു ബിഡ് റേറ്റാണ് ലിമീൻ. ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് ലിബർ ആൻഡ് ലിബിഡ്. ഇതെന്ന് പറയുന്നത് ആവറേജ് ഓഫ് ലിബർ ആൻഡ് ലിബിഡ് ആയിരിക്കും. താങ്ക് യു ഓൾ.